അപ്പോൾ നമ്മൾ എന്താ പറയുക നിങ്ങൾക്ക് എന്ത് കണ്ടീഷനും ആയിക്കോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞത് അസോസ്പെർമിയ കേസാണ്. പക്ഷേ ഇതല്ല, നിങ്ങൾക്ക് വേറെ എന്ത് കംപ്ലയിൻസോ ചിലപ്പോൾ അൺനോൺ ഒറിജിൻ എന്ന് പറഞ്ഞ ആ ഒരു കേസിനെ കുറിച്ച് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. അപ്പം അവിടെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും നമുക്കുള്ള കാരണം. അപ്പോൾ എന്തെങ്കിലും ഹോർമോൺ പ്രോബ്ലംസ് ആണോ, സ്ട്രക്ചറൽ പ്രോബ്ലംസ് ആണോ, അതല്ല ഇനി മറ്റെന്തെങ്കിലും തടസ്സം, ബ്ലോക്കുകളാണോ. ഈ ബ്ലോക്ക് ആർക്കും വരാം, ലേഡീസിനും വരാം, മെയിൽസിനും വരാം. ആണുങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക ആ ഒരു പാത്വേ ഓഫ് സെമൻ, അതായത് ടെസ്റ്റിസ് ഫങ്ഷനിങ് ആയിരിക്കും, പക്ഷേ സെമൻ പുറത്തേക്ക് വരുന്ന വഴികളിൽ എവിടെയെങ്കിലും തടസ്സം വരാം. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിനകത്ത് തടസ്സങ്ങൾ വരാം. അണ്ടം പൊട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ അണ്ടം യൂട്രസിനകത്തേക്ക് എത്തില്ല, ആ വരുന്ന വഴിയിൽ തടസ്സം ഉണ്ടാവും. പല കാരണങ്ങളുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഹോർമോണൽ പ്രോബ്ലംസോ മറ്റ് തടസ്സങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രെയിൻ ഇഷ്യൂസ് കൊണ്ട് വരാം. ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് പ്രോപ്പറായിട്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താണ് കാരണമെന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടെത്തി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതിനുള്ള സാധ്യത കൂട്ടിയെടുക്കാൻ പറ്റും. ഏത് നോർമൽ മെത്തേഡിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മെത്തേഡ്, അതായത് IVF പോലുള്ള മെത്തേഡിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ കഴിവതും കാരണം കണ്ടെത്തിയിട്ട് ആ കാരണത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക. എന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും വേഗത്തിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് സർജറി ചെയ്യും. ആദ്യം വെരിക്കോസിൽ സർജറി ചെയ്തിട്ട് നിങ്ങളെ കൗണ്ട്, കാരണം അത് ഇത്രയും നാളായി, അവരുടെ ഏജ് ഇപ്പോൾ ഏകദേശം 39 വയസ്സായി മെയിൽ പാർട്ട്ണർക്ക്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ സർജറി ചെയ്തിട്ട് കൗണ്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കൂ, ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. അതായത് കാരണം കണ്ടെത്തി അവർക്ക് അതിന് സൊല്യൂഷൻ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തു കൊടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ബെറ്റർ, നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നോക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ വെറും മെഡിസിൻ മാത്രമല്ല നമ്മൾ ഓഫർ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തി നിങ്ങൾക്കൊരു ഗൈഡൻസ്, ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് വേഗം നിങ്ങളൊരു കുഞ്ഞെന്ന സ്വപ്നം നിങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ പോവുകയാണെന്നതായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, അതായത് ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ പ്രയാസം. ഓരോ വർഷം കഴിയും തോറും നിങ്ങളുടെ ഉണ്ടാകുന്ന ടെൻഷനും നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കറക്റ്റായിട്ട് ഗൈഡൻസോട് കൂടി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു കുഞ്ഞെന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടട്ടെ.